മന്ത്രി ഗണേഷ് കുമാറിന് സുരേഷ് ഗോപിയെ പറയുമ്പോൾ ഒരു വലിയ മൈലേജ് കിട്ടുമെന്നാണ് അദ്ദേഹം വിചാരിക്കുന്നത്. കാരണം വലിയ തോതിൽ ഇപ്പോൾ KSRTC നന്നാക്കാന്ന് വിചാരിച്ചിട്ടൊന്നും ആയിട്ടില്ല. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു ശ്രദ്ധ പിടിച്ചു പറ്റണ്ടേ, തിരഞ്ഞെടുപ്പ് അടുക്കാറുമായി. അപ്പോൾ സുരേഷ് ഗോപിയാണ് ഒരു നല്ല ആയുധം. സുരേഷ് ഗോപിയെ 10 പറയാം. കഴിഞ്ഞ ദിവസം അദ്ദേഹം അത്തരത്തിൽ ചില പരാമർശങ്ങളുമായി രംഗത്തെത്തി. യഥാർത്ഥത്തിൽ സുരേഷ് ഗോപിയെ പറയാനുള്ള യോഗ്യത മന്ത്രി ഗണേഷ് കുമാറിനുണ്ടോ എന്നാണ് സോഷ്യൽ മീഡിയ, അതായത് BJPക്കാർ അല്ലാത്തവർ പോലും ചോദിക്കുന്നത്. ഇന്നലെ മുഴുവൻ സോഷ്യൽ മീഡിയയിൽ ട്രോളിന്റെ മഴയായിരുന്നു, പെരുമഴയായിരുന്നു ഗണേഷ് കുമാറിനെതിരെ എന്നുള്ളത്. യഥാർത്ഥത്തിൽ ഈ ഗണേഷ് കുമാറിന് എന്തെങ്കിലും നേരത്തെ നോമ്പ് കഞ്ഞി കുടിക്കുന്നതുമായി ബന്ധപ്പെട്ടൊക്കെ വളരെ വലിയ രീതിയിൽ സുരേഷ് ഗോപിയെ ട്രോൾ ചെയ്യുന്ന ആളാണ് അദ്ദേഹം. അങ്ങനെ ട്രോളാനുള്ള യോഗ്യത ഗണേഷ് കുമാറിനുണ്ടോ? അല്ല, ഈ ഗണേഷ് കുമാറിന്റെ വേറൊരു സ്വഭാവം ഞാൻ മനസ്സിലാക്കിയത്, ഇതിനുമുമ്പ് അദ്ദേഹം പഴയകാലത്ത് മന്ത്രിയായിരുന്നു കേട്ടോ. അന്ന് സാമാന്യം നല്ല മന്ത്രിയായിരുന്നു. ട്രാൻസ്പോർട്ട് വകുപ്പ് സാമാന്യം നന്നായിട്ട് കൈകാര്യം ചെയ്യുന്ന മന്ത്രിയാണ്. പക്ഷെ അതിൻ്റെയൊക്കെ അദ്ദേഹത്തിന് വേറെ ചില ഗിമ്മിക്ക് എല്ലാ സ്ഥലത്തുണ്ട്. പണ്ട് അദ്ദേഹം ജസ്റ്റിസ് VR കൃഷേരെ കയറിയിട്ട് ചീത്ത പറഞ്ഞു. അപ്പോൾ കൃഷേരി കയറി ചീത്ത പറഞ്ഞപ്പോൾ ഞാനന്ന് ഗണേഷ് കുമാറിനെയും വിളിച്ചിരുന്നു. ഗണേഷ് കുമാർ യഥാർത്ഥത്തിൽ കൃഷേരി ചീത്ത പറയുക എന്നുള്ളതല്ല, ആരെങ്കിലും പ്രധാനപ്പെട്ട ഒരാളെ എന്തെങ്കിലും ചീത്ത പറഞ്ഞാൽ തനിക്കൊരു വാർത്താ പ്രാധാന്യം കിട്ടുമോ, ഈ ഒരു ശ്രദ്ധയുള്ളൂ അദ്ദേഹത്തെ സംബന്ധിച്ച്. അന്ന് കൃഷയിൽ അദ്ദേഹം ചീത്ത പറഞ്ഞപ്പോൾ പത്രങ്ങളൊക്കെ വലിയ ഹെഡിങ്ങിൽ കൊടുത്ത്, അത് കഴിഞ്ഞിട്ട് അതിനെ ചൊല്ലിട്ട് കുറച്ചൊരു ചർച്ച വന്നു. ഈ ചർച്ചയ്ക്ക് അപ്പുറത്തൊരു പ്രാധാന്യം വിഷയത്തെ സംബന്ധിച്ച് ഗണേഷ് കുമാറിനെ സംബന്ധിച്ചില്ല. ഇപ്പം ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പോൾ ഇതിനകത്ത് അത് തന്നെയാണ്. ഇതിനകത്ത് സുരേഷ് ഗോപിയെക്കുറിച്ച് എന്തൊക്കെ ചില നുണകൾ പറഞ്ഞു. ഞാൻ മനസ്സിലാക്കി അത് സത്യമല്ലെന്നാണ്. ഗണേഷ് കുമാറിനെ കുറിച്ച് ഇദ്ദേഹം പറഞ്ഞ കാര്യങ്ങളൊന്നും സത്യമല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഗണേഷ് കുമാർ ഇദ്ദേഹം പറഞ്ഞത് എന്താണ്, ഒരു സംഗതി കൊണ്ടുവന്നിട്ട് ഗണേഷ് കുമാർ അത് വേറെ ആൾക്ക് കൊടുത്ത ഒരു മറ്റേ പോലീസിന്റെ തൊപ്പി, ഒരു കമ്മീഷണർ തൊപ്പി, കമ്മീഷണറുടെ തൊപ്പി സുരേഷ് ഗോപി വീണ്ടും വെച്ചുകൊണ്ട് നടന്നൊക്കെയാണ് ഇദ്ദേഹം പറയുന്നത്. അത് അല്ല എന്ന് മാത്രമല്ല, സുരേഷ് ഗോപിയെ അത് കൃത്യമായിട്ട് ആർക്ക് കൊടുത്തി എന്നുള്ളവരും നമുക്ക് എല്ലാവർക്കും പൊതുസമൂഹത്തെ സംബന്ധിച്ച് അറിയാവുന്നതാണത്. ഇത് ഗണേഷ് കുമാർ എന്ന് അറിയണ നിർബന്ധമില്ല. കാരണം ഗണേഷ് കുമാറിനെ സംബന്ധിച്ച് ഗണേഷ് കുമാറിന്റെ കയ്യിലിരിപ്പ് അതാണ്. ഇപ്പൊ ഗണേഷ് കുമാറിനെതിരായിട്ട് ഏറ്റവും കൂടുതൽ സംസാരിച്ച ആരാണ്? ഇയാളെ മന്ത്രിസ്ഥാനത്ത് നിന്ന് മാറ്റണമെന്ന് ആവശ്യപ്പെട്ട ആരാണ്? ഇയാളുടെ അച്ഛൻ തന്നെയാണ്. ഇയാളുടെ അച്ഛൻ ആവശ്യപ്പെടാൻ പിന്നെ ഇയാൾക്കെതിരായിട്ട് കേസ് കൊടുത്താരാണ്? ഇയാളുടെ ഭാര്യയാണ് കേസ് കൊടുക്കുന്നത്. ഇയാളുടെ കയ്യിലിരിപ്പ് വളരെ മോശമാണ്. ഇയാൾ ഒരിക്കൽ മന്ത്രിയോ എന്തൊക്കെയായിരുന്ന സമയത്ത് ഇയാൾ ചാനലിൽ വന്നിരുന്നല്ലോ, ഒരു മുഖം വീർത്തോണ്ട് നല്ല അടിയൊക്കെ മേടിച്ചിട്ട് ഏതൊരു സ്ത്രീയുടെ കയ്യിൽ നിന്ന് അടി മേടിച്ചതാ. കയ്യിലിരിപ്പ് വളരെ മോശമാണ്. അത്യാവശ്യം മറ്റുള്ള സ്ത്രീകളോടൊക്കെ മോശമായിട്ട് പെരുമാറുന്ന ഒരു സ്വഭാവക്കാരനാണ് ഗണേഷ് എന്നുള്ളത് എല്ലാവർക്കും അറിയാം. അതിൻ്റെ പേരിൽ സരിതയുടെ കേസിൽ അയാളുടെ പേരുണ്ടായിരുന്നു. തല്ലുകൊണ്ട കാര്യത്തിലും അയാൾ വളരെ മിടുക്കനാണ്. കേരളത്തിലൊരു ജനപ്രതിനിധി ഇതേപോലെ ആളുകളുടെ ഇന്ന് തല്ലുമേടിച്ചിട്ടുണ്ടാവില്ല. ഇത് സ്ത്രീകളുടെ തല്ലുമേടിച്ചിട്ടുള്ള ആളാണ് ഗണേഷ്. അയാൾ മുഖമൊക്കെ അടിച്ച മുഖം വീർത്തൊക്കെ ആയിട്ട് ഒരു ചാനലിലേക്ക് വന്നിരുന്നു ശരിക്ക്. അതുപോലെ ഇയാളും ഇയാളുടെ ഭാര്യയുമായിട്ടുള്ള ഗുസ്തി, എന്ത് യാമിനി തമ്പുരാട്ടി നിങ്ങളുടെ അവര് യാമിനി തങ്കച്ചി, അവര് കേട്ട വലിയ യുദ്ധത്തില് അവരെ പിടിച്ച് അടിക്കുക. ഇയാൾ സാധാരണ മനുഷ്യനാണോ? എനിക്ക് തോന്നുന്നു ഇയാൾക്ക് പലപ്പോഴും എന്തോ മാനസിക രോഗമുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. ഇയാൾ മന്ത്രിയാണ്, എന്താണെങ്കിലും പറയാതിരിക്കാൻ നിവൃത്തിയില്ല. സ്ത്രീകളെ ഭാര്യയെ തല്ലുന്നവൻ ആരാണെങ്കിലും അവൻ മാനസിക രോഗിയാണ്. അവനെ കൃത്യമായിട്ട് മെന്റൽ ആശുപത്രിയിലാക്കേണ്ടതാണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ മനസ്സിലാക്കുന്നത് ഗണേശൻ ചെയ്തുകൊണ്ടിരിക്കുന്നവരുടെ സ്ത്രീ മർദ്ദനമാണ്. അതിനെ സംബന്ധിച്ച് കേസുകൾ ഉണ്ടായിട്ടുണ്ടല്ലോ പലപ്പോഴും. അപ്പൊ അങ്ങനെയൊക്കെയുള്ളൊരു ഗണേശൻ ആരെങ്കിലേക്ക് വിമർശിക്കും. ഇത് ഗണേശൻ മാത്രമല്ല, അപ്പൊ ഗണേശൻ അച്ഛൻ തുടങ്ങിയിട്ട് ഇതാണത്. കേരളത്തിൽ ഗണേശൻ്റെ അച്ഛൻ്റെ വായിൽ നാക്കൊണ്ടുണ്ടാക്കിയിരിക്കുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? പഞ്ചാബ് മോഡൽ സമരം, ഇത് പറഞ്ഞതാരാ? ഗണേശൻ്റെ അച്ഛനാ, ബാലകൃഷ്ണപിള്ളയാ. ഈ ബാലകൃഷ്ണപിള്ള ഏകദേശം ഒരു 1964 സമയത്ത് തന്നെ കേരള കോൺഗ്രസ് ഉണ്ടാകുന്ന കാലത്ത് തന്നെ നേതാവാ. അങ്ങനെയുള്ള ബാലകൃഷ്ണപിള്ള അനുദിനം പിന്നോക്കം പോയി അച്ഛനും മകനും മാത്രമാകുന്ന പാർട്ടിയായിട്ട് മാറാൻ കാരണം ഗണേശപിള്ളയുടെ ഈ പറയുന്ന ബാലകൃഷ്ണപിള്ളയുടെ കയ്യിലിരിപ്പാണ്. അങ്ങനെയുള്ള ബാലകൃഷ്ണപിള്ള കേരളത്തിൻ്റെ രാഷ്ട്രീയത്തിലെ ഏറ്റവും സവിശേഷകരമായിട്ടുള്ളൊരു സാഹചര്യമുണ്ട്. ഇവിടെ ഏതെങ്കിലും ഒരു മന്ത്രിയെ അഴിമതിയുടെ പേരിൽ അറസ്റ്റ് ചെയ്തിട്ടില്ല. ഒരു മന്ത്രിയെ MLA കേരളത്തിൽ അഴിമതിയുടെ പേരിൽ അറസ്റ്റ് ചെയ്യപ്പെടുകയും ജയിലിടുകയും ചെയ്യേണ്ടായിട്ടില്ല. അങ്ങനെ ഉണ്ടായിട്ടുള്ള ആൾ ബാലകൃഷ്ണപിള്ള മാത്രമാണ്. ബാലകൃഷ്ണപിള്ളയെ അന്ന് ഇടമലയാർ കേസിനകത്ത് ശിക്ഷിക്കപ്പെട്ട് അയാൾ ജയിലിലായി, അയാൾ ആശുപത്രി പോയി കിടന്നു എന്നുള്ള വേറെ കാര്യം കേട്ടോ. അയാൾക്ക് സുഹല എന്നൊക്കെ പറഞ്ഞിട്ട് അയാൾ ആശുപത്രി പോയി കിടന്നു. അങ്ങനെയുള്ള ആളെ ബാലകൃഷ്ണപിള്ള. ഈ ബാലകൃഷ്ണപിള്ളയുടെ മകനാണ് ഇയാള്. അപ്പൊ അച്ഛൻ്റെ എല്ലാ തട്ടിപ്പുകളും മകനെ സംബന്ധിച്ചും സ്വാഭാവികം തന്നെയാണ്. ഒരു നല്ലൊരു മന്ത്രി എന്നുള്ള പേരെടുക്കാൻ ഗണേശന് ഇപ്പൊ സാധ്യമായിട്ടില്ല. ഈ പിണറായി വിജയന്റെ സർക്കാരിൽ അദ്ദേഹത്തിന് ശേഷം അദ്ദേഹം വഹിക്കുന്ന ട്രാൻസ്പോർട്ട് വകുപ്പ്, അതിൽ KSRTCയിലേക്ക് ശമ്പളം കൊടുക്കാൻ പറ്റുന്നില്ല.
നല്ല വണ്ടികൾ ഓടിക്കാനായിട്ട് സാധിക്കുന്നില്ല, കൃത്യമായിട്ട് ജനങ്ങൾക്ക് വേണ്ട രീതിയിൽ വണ്ടികൾ എത്തിച്ചു കൊടുക്കാനായിട്ട് സാധിക്കുന്നില്ല. അയക്ക് പിന്നെ എന്താ പറ്റുന്നത്? അയാൾ ഇതുപോലെ ചില ഗിമ്മിക്കുകൾ, ആളുകളുടെ ശ്രദ്ധ ആകർഷിക്കാൻ വേണ്ടിയിട്ട് സുരേഷ് ഗോപി ചീത്ത പറയുക. എൻ്റെ അയാളോടുള്ള അപേക്ഷ, അയാൾ നാളെ നരേന്ദ്രമോദി ചീത്ത പറയട്ടേപ്പാ, അയാൾ നരേന്ദ്രമോദി ചീത്ത പറയട്ടെ, അയാൾ അമിത്ഷായി ചീത്ത പറയട്ടെ, അയാൾ രാജീവ് ചന്ദ്രശേഖരൻ ചീത്ത പറയട്ടെ, അയാളെല്ലാവരും ചീത്ത പറഞ്ഞോട്ടെ. അപ്പം അയാൾക്ക് മാനസിക രോഗമാണെന്നുള്ള കാര്യം ജനത്തിന് ഉറപ്പുവരുത്തുന്നതാണ് ഞാൻ ഇതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അല്ലാതെ കണ്ട് ഗണേശനെ സംബന്ധിക്കുന്ന ഗണേശൻ്റെ നടപടികളിൽ ഒരു കാര്യവും സത്യസന്ധമായിട്ടില്ല, വിഷയം പഠിക്കുന്നില്ല. അദ്ദേഹത്തിന് മന്ത്രി എന്ന നിലയ്ക്ക് തികഞ്ഞ പരാജയമാണ്. അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങളൊക്കെ അങ്ങനെയാണ്. അദ്ദേഹത്തെ കൊണ്ട് കേരളത്തിലെ ജനങ്ങൾക്ക് എന്ത് പ്രയോജനമാണുള്ളത്? ഞാൻ നേരത്തെ പഴയകാലത്ത് ഉണ്ടായിരുന്നില്ല എന്ന് ഞാൻ പറയുന്നില്ല. ഇപ്പൊ എന്ത് പ്രയോജനമാണുള്ളത്? അതെ സാറേ, എൻ്റെ ഒരു ചോദ്യം, പലപ്പോഴും ഈ സുരേഷ് ഗോപിയെ ഒന്നുമില്ലെങ്കിൽ കൂടെ അഭിനയിച്ച ഒരു എന്താ പറയുക, ഒരു സഹതാരമായിരുന്നു എന്നുള്ളൊരു ഇതെങ്കിലും കൊടുക്കും. ഇല്ലെങ്കിൽ രാഷ്ട്രീയ എതിരാളികൾ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. പക്ഷെ ഇത്രത്തോളം തരം താഴ്ന്ന രീതിയിൽ ഒരാളെ പുച്ഛിക്കുകയും വിമർശിക്കുകയും ചെയ്യുന്ന ഒരു രാഷ്ട്രീയ എതിരാളി കേരളത്തിൽ ഇതിനു മുൻപ് ഉണ്ടായിട്ടുണ്ടോ എന്ന് സംശയമാണ്. അല്ല, അതിന് കാരണം നമ്മൾ ഈ സാധാരണ എത്തിക്സ് എന്നൊക്കെ പറയും, അല്ലെങ്കിൽ ആളുകൾക്ക് നമുക്ക് നമ്മുടേതായിട്ടുള്ള ചില ആശയങ്ങളും ആദർശങ്ങളൊക്കെ വേണം. ഇതൊന്നും ഗണേശൻ ഉണ്ടാവില്ല. ഗണേശൻ എങ്ങനെ ഇതൊക്കെ ഉണ്ടാവുക? എന്താ ഗണേശൻ്റെ പാരമ്പര്യം? ഗണേശൻ രാഷ്ട്രീയ പാരമ്പര്യമുണ്ടോ? അച്ഛൻ്റെ താവഴിയിൽ വരിക, അച്ഛന് സ്വാധീനമുള്ള പത്തനാപുരത്ത് പോയിട്ട് മത്സരിക്കുക, അവിടെ നിന്ന് ജയിച്ചു വരിക. സിനിമയിൽ അയാളുടെ ട്രാക്ക് റെക്കോർഡ് എന്താ? അയാളുടെ മികച്ച നടനൊന്നുമല്ലോ, ആവറേജ് നടനാണ് അയാൾ. അയാളുടെ സഹനടൻ എന്നുള്ള നിലയ്ക്ക് അയാൾക്ക് കുറേ സിനിമകൾ കിട്ടിയിട്ടുണ്ട്. ആ തരത്തിൽപ്പെട്ട ആളുകൾ സാധാരണ രീതിയിൽ ഇതൊന്നും കിട്ടാതെ വരുന്ന സമയത്ത് ചെയ്യാവുന്ന പരിപാടി ചില ആളുകൾ, ഇപ്പം ആനയുടെ പുറകെ കുറച്ചുകൊണ്ട് നടക്കുന്നൊരു ജീവി ഉണ്ടല്ലോ, ആ ജീവി കുറയ്ക്കുമ്പോൾ ആ ജീവി വിചാരിക്കുന്ന ആന പേടിച്ച് ഓടുക എന്ന് വിചാരിക്കുക. ആന ഒന്ന് തിരിഞ്ഞു നിൽക്കേണ്ട ആവശ്യമില്ല, ആന വാല് വെച്ചിട്ട് തട്ടുകൊടുത്താൽ മതി, ആ ജീവി 10 മൈൽ അകലെ പോയി കിടക്കും. സമാനമായ രീതിയിൽ തന്നെയാണ് ഗണേശനെ സംബന്ധിച്ച്. ഗണേശൻ സുരേഷ് ഗോപിയെക്കുറിച്ച് പറഞ്ഞാൽ സുരേഷ് ഗോപി ഇത് മൈൻഡ് ചെയ്യാൻ പോകുന്നില്ലപ്പാ. ഇത് സുരേഷ് ഗോപിക്കൊരു വിഷയമല്ല. സുരേഷ് ഗോപി ചിലപ്പോൾ ഇത് അറിഞ്ഞു കാണില്ല. ഇനി ഗണേശൻ തന്നെ വിളിച്ചു പറയണം, ഞാനിങ്ങനെ തന്നെക്കുറിച്ച് ഇതൊക്കെ പറഞ്ഞു എന്നുള്ളവരും. അപ്പോൾ പിന്നെ നമുക്ക് ആലോചിക്കാവുന്ന ഗണേശൻ ഇതൊക്കെ പറയാമോ എന്നാണ്. ഗണേശൻ ഇതൊക്കെ പറയാം എന്ന് തന്നെയാണ് എൻ്റെ ധാരണ. നിങ്ങൾ അന്തസ്സും അഭിമാനവും ആഭിജാത്യമുള്ളവരുടെ വായിൽ നിന്നാണ് വരരുതെന്ന് പറയുക. ഇത് ഏതെങ്കിലും ഗണേശനുണ്ടോ? ഒരു മന്ത്രി എന്ന നിലയ്ക്ക് ഗണേശൻ്റെ നടപടിക്രമങ്ങൾ എന്തൊക്കെയായിരുന്നു? ഏറ്റവും മോശപ്പെട്ട മനുഷ്യനിൽ നിന്ന് എന്ത് കാര്യങ്ങളാണ് ഉണ്ടാകാവുന്നത് അത് തന്നെയാണ് ഗണേശൻ എക്കാലത്തും ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഗണേശൻ നല്ല മന്ത്രിയൊന്നുമില്ല. ഗണേശൻ ആകപ്പെട്ട രാഷ്ട്രീയ ഇക്വേഷൻ്റെ പുറത്ത് മാത്രം മന്ത്രിയായിട്ടുള്ള ആളാണ്. പിണറായി വിജയൻ പിടിച്ച് പുറത്താക്കാൻ പറ്റാത്തതുകൊണ്ട് നിവൃത്തി കിട്ടേണ്ട പേരിൽ മന്ത്രിയാണ്. പണ്ട് ഇയാളുടെ ഉമ്മൻചാണ്ടി പറഞ്ഞാൽ ഇയാളുടെ രാജിവെച്ച് പുറത്തു പോകാൻ പറഞ്ഞല്ലേ, അങ്ങനെ ഇയാൾ പുറത്തു പോയത്. ഇയാളുടെ അച്ഛൻ തന്നെ ഇയാളുടെ പറഞ്ഞല്ലേ. എന്ന് വെച്ചാൽ ഇയാളെ കൊണ്ട് കിടക്കപ്പുറതി ഇല്ലാത്ത ആളുകളായിരുന്നു ഇയാളുടെ മുഖ്യമന്ത്രിമാരൊക്കെ. ഏകദേശം പിണറായി വിജയനെ സംബന്ധിച്ചും ഇയാളെ അഫോർഡ് ചെയ്യാൻ വലിയ പ്രയാസമാണ്. ഞാൻ മനസ്സിലാക്കുന്നത് ഈ തരത്തിൽ മുമ്പോട്ട് പോയാൽ, ഇയാൾ നുണ പറഞ്ഞ് പ്രചരിപ്പിക്കാൻ തീരുമാനിച്ചാൽ, വിവരക്കേട് പറഞ്ഞാൽ, അതിങ്ങനെ തുടർന്നു കൊണ്ടുപോയാൽ ഒരിക്കലും അയാൾക്ക് മന്ത്രിസഭകളിൽ തുടരാൻ വേണ്ടി സാധ്യമല്ല. അയാളുടെ രാഷ്ട്രീയ ജീവിതം ഒരു കാലഘട്ടത്തിൽ അച്ഛൻ്റെ തണൽ പറ്റിയിട്ടുണ്ടായിട്ടുള്ള രാഷ്ട്രീയ പാരമ്പര്യമാണ്. ആ രാഷ്ട്രീയ പാരമ്പര്യം കഴിഞ്ഞു, അച്ഛൻ കഴിഞ്ഞു. അച്ഛൻ ആനപ്പുറത്ത് കയറി നിന്നിട്ട് മകൻ്റെ ഊരയിൽ തഴമ്പൊന്നുണ്ടാവാൻ വേണ്ടി പോകണില്ല. ഇതൊക്കെ കാത്തുകൊണ്ട് മകൻ ഞാനും പഴയ കൂട്ട് മാടമ്പിയാണെന്നൊക്കെ പറഞ്ഞിട്ട് പത്തനംതിട്ടയിലും കൊട്ടാരക്കരയിലൊക്കെ നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നടപ്പ് മാത്രമേ ഉണ്ടാവുള്ളൂ. അത് ജനങ്ങൾ അംഗീകരിക്കാൻ വേണ്ടി പോകുന്നില്ല.